വീണ്ടും വീണ്ടും പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊന്നിട്ട് നിയമം കയ്യിലെടുക്കണമെന്ന് കയ്യിലെടുക്കും. ഇന്നലെ കടുവ വിഷയത്തിൽ ഒരു വെങ്കിടദാസ് മരണത്തോട് മല്ലടിക്കുകയാണ്. ഇന്ന് മറ്റൊരു ചെറുപ്പക്കാരൻ അതിദാരുണമായ വിധം ഒരു വീട്ടിലേക്ക് ഓടിക്കയറിയിട്ട് പോലും രക്ഷപ്പെടാതെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. രാവിലെ 5:15 മണി മുതൽ ഞാനും വനംവകുപ്പുമായി ബന്ധപ്പെടുകയാണ്. വെള്ളിയൂർക്കാവ് മുതൽ ആനയെ ലൊക്കേറ്റ് ചെയ്തു വരുന്നു എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. ഇവിടുത്തെ സാധാരണക്കാരന് ഒരു സുരക്ഷിത ബോധം നൽകാൻ ഒരു അനൗൺസ്മെന്റ് പോലും തയ്യാറാക്കാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല. ഗുരുതരമായ വീഴ്ചയാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നത്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ്, ഒരു കർഷക കുടുംബമാണ്, ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന്റെ ജീവിതം പൊലിഞ്ഞാൻ ഇവിടുത്തെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ചയാണ് അതിന് പിന്നിലെന്ന് ഞങ്ങൾ ആരോപിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. വയനാട് കളക്ടർ പറയണം മാക്സിമം ഇനി 1/2 മണിക്കൂർ സമയം. എപ്പോഴും ഏറ്റവും വലിയ ഉദാസീനതയുടെ പരമകോടിയിലാണ് വയനാട് കളക്ടർ. അത് അനുവദിക്കില്ല ഞങ്ങള്. ഇപ്പൊ ഇഷ്യൂ നടന്നത് ചെറുപ്പക്കാരൻ മരിച്ചിട്ട് 1.5 മണിക്കൂർ 1.5 മണിക്കൂർ ഈ പണി അവസാനിപ്പിച്ച് പോണതേ നല്ല ചെറുപ്പക്കാരൻ വാച്ചർമാരായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട പോലീസുകാരോട് പറയുന്നത്. കാരണം വെച്ചാല് വയനാട് കളക്ടറെ മുൻകൈ എടുത്ത് നിങ്ങളും കൂടി ഇവിടെ എത്തിക്കണം. ഇതൊരു ആഭ്യന്തര വിഷയമായി മാറും. നിങ്ങൾ ധരിപ്പിച്ചോ. ഇത് ചെറിയ രീതിയിൽ പോവില്ല. അനുവദിക്കില്ല ഞങ്ങള്. നിങ്ങളൊക്കെ ബഹുമാനക്കെട്ട് ചെറുപ്പക്കാരൻ എവിടത്തെ നിയമം പച്ചക്ക് കയ്യിലെടുക്കും. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുമ്പോ നിയമലംഘനം എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ മാർഗം. ഒരു സംശയം വേണ്ട. ഏതറ്റം വരെ മുന്നോട്ട് പോകും. നിയമം കയ്യിലെടുക്കും. വീണ്ടും വീണ്ടും പറഞ്ഞ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി കൊന്നിട്ട് നിയമം കയ്യിലെടുക്കണമെന്ന് കയ്യിലെടുക്കും. നിയമത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ വയനാട് കളക്ടർ വരാൻ വൈകിയാൽ അർഹിക്കുന്ന അവജ്ഞയോടെ നിയമം ഞങ്ങൾ കയ്യിലെടുക്കും. തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട. അന്തരീക്ഷം മാറും. ഒരു കുടിയേറ്റ മേഖലയാ 23 ഉരുക്കളെ അവിടുന്ന് പിടിച്ചു പോയത്. ഇത് അനുവദിക്കില്ല ഞങ്ങള് ഒരു കാരണവശാലും. വീട്ടിൽ കയറി ഒരാള് മരിച്ചിട്ട് മണിക്കൂറുകൾ ഇവിടെ തന്നെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. ഇവിടെ കാക്കിട്ടോമാര് വേണ്ട. നിങ്ങൾ അറസ്റ്റ് ജനത്തെ മുഴുവൻ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങളുടെ ജീവിത സ്വത്ത് സംരക്ഷണം പറ്റാൻ നീ ഒന്നും വേണ്ട. ഇവിടെ നീ വിട്ടുപോയിക്കോ. വയനാട് വിട്ടുപോകണം. ആയിക്കളെ അന്ന് നിങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടു. ഇന്നതല്ല. ഇന്ന് ഞങ്ങൾ അവസ്ഥ വളരെ പരിതാപകര. തീർച്ചയായിട്ടും ഇത്ര ഗുരുതരമായ ഒരു ഇൻസിഡന്റിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് വയനാടിന്റെ റവന്യൂ അധികാരികൾ കാണുന്നത് എന്ന് ഞങ്ങൾക്ക് പറയാതെ വയ്യ. ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷയുണ്ടായിരുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലും കൈവിടുകയാണ്. വയനാട് കളക്ടർ 1.5 മണിക്കൂർ നടന്നിട്ട് ഒരു സംഭവം നടന്നിട്ട് ആ വിഷയത്തിൽ RDO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥലത്തെത്തിയിട്ടില്ല. രൂക്ഷമായ വിമർശനം റവന്യൂ വകുപ്പിന്റെ കൽപ്പറ്റ ഘടകത്തിൽ ജില്ലാ ഘടകത്തെ ഞങ്ങൾ ആരോപിക്കും. ഒരു സംശയം വേണ്ട. ഇല്ല, മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് എടുക്കണം. വയനാട് കളക്ടർ എത്തണം. CCF DFO ഉൾപ്പെടെയുള്ള അധികാരികൾ എത്തണം. CCF DFO അവരെടുക്കുള്ളൂ. അല്ലാതെ ഞങ്ങൾ ബോഡി അയച്ചു വായിക്കില്ല. പിടിച്ച് കയറ്റാന്ന് പറഞ്ഞാല് അവർ മിണ്ടുന്നില്ല. ആരും മിണ്ടുന്നില്ല. വണ്ടി തിരിക്കുന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ കാലത്ത് കാറി വണ്ടി എടുക്കാമെന്ന് പറഞ്ഞു. എടുത്തില്ല. പിടിച്ച് വണ്ടി കയറ്റാൻ പറഞ്ഞു. വടി വന്ന് നിൽക്കുക. ഞാനെ പിടിച്ച് കയറ്റിയ രാവിലെ വനംവകുപ്പുകാരെ അറിയിച്ചിരുന്നു ആന ഇറങ്ങിയതായിട്ട്. ഇവരറിയിച്ചെന്ന് പറഞ്ഞേ. ഞാനാണ് തലയെ പിടിച്ച് കയറ്റിയത്. ഞാനാ ഒന്ന് പിടിക്കാന്ന് പറഞ്ഞു. ആരും പിടിക്കാൻ എല്ലാവരും പേടിച്ച് മാറി നിൽക്കുക. പോർച്ചനെ ഉറച്ചു നിൽക്കുന്നുണ്ട്. പിടിക്കാന്ന് പിടിക്കുന്നില്ല. ഒരു 5 മിനിറ്റ് മുന്നും ആ ഫോറസ്റ്റുകാർ വന്നായിരുന്നെങ്കിൽ അവിടെ ആള് മരിക്കാൻ. ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകുന്ന ഒരറിയിപ്പും 3 മണി മുതൽ ആനയ്ക്കൊപ്പമുണ്ടെന്ന് വനംവകുപ്പ് പറയാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇറക്കാനുള്ള ഒരു സാമാന്യ മര്യാദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാണിച്ചില്ല. ഓപ്പൺ ന്യൂസിന് അറിയിപ്പ് മാത്രം ഉണ്ടായത്. ഞാൻ ഫോറസ്റ്ററെ വിളിച്ചിപ്പോ വിവരം അറിയിച്ചു. നിങ്ങളൊരു അനൗൺസ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഫോറസ്റ്റർ പറഞ്ഞു ഞാൻ കുന്നിന്റെ ഉള്ളിലാണ്, തഹസിൽദാർ അതിന്റെ കാര്യങ്ങൾ ചെയ്തോളൂ എന്നാണ് ഫോറസ്റ്റർ എന്നോട് പറഞ്ഞത്.